ഈശ്വരനെ നിങ്ങൾക്ക് എങ്ങനെ വിഭജിച്ച് പല ഘടകങ്ങളായി കാണാൻ കഴിയും? പരമാത്മാവ് പൂർണ്ണനാണ്, സർവ്വവ്യാപിയാണ്. ഒന്നിൽ നിന്നും നിങ്ങൾക്ക് ഈശ്വരനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കില്ല. ഇതാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് ഒന്നിനെയും നമുക്ക് ചൂണ്ടിക്കാട്ടാനാവില്ല. കാരണം ആ പരമാത്മാവിനുള്ളിൽ ഇരിക്കുന്നത് നാം തന്നെയാണ്. എന്തിനേയും കണ്ടു ബോധ്യപ്പെടണമെങ്കിൽ പുറത്തെടുത്തല്ലേ പറ്റൂ. ഒരിക്കലും പുറത്തെടുക്കാൻ കഴിയാത്തതിനെ എങ്ങനെ നാം പ്രദർശിപ്പിക്കും? ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. പരമാത്മാവ് സർവ്വവ്യാപിയാണ്. പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയെ എടുത്തു മാറ്റിയാൽ വീണ്ടും അവശേഷിക്കുന്നത് പൂർണ്ണതയാണ്. സർവ്വവ്യാപിയായതുകൊണ്ട് പരമാത്മാവിനെ അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കൂ. ഇതാണ് പരമാത്മാവ്, അതാണ് പരമാത്മാവ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരമാത്മാവ് ദാ അവിടെയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാലോ, അപ്പോൾ പിന്നെ ഇവിടെയില്ലേ? പരമാത്മാവ് മുകളിലാണെന്ന് പറഞ്ഞാൽ പിന്നെ താഴെയോ? വലതുവശത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇടതുവശത്തോ? മുന്നിലുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നിലോ? അതുകൊണ്ട് മറ്റെന്ത് വിളിച്ചിട്ടും കാര്യമില്ല. സർവ്വവ്യാപിയായി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ അനുഭവിച്ചു തന്നെ അറിയണം.